ജൂലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഏതാന്ന് വെച്ചാൽ കാറ്റഗറി നമ്പർ 141/2021, അതായത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ പോസ്റ്റിലേക്ക് വന്ന 2021 നടത്തിയ ഒരു എക്സാമിന്റെ കമ്പ്യൂട്ടർ ഭാഗവും ടൈപ്പ് റൈറ്റിംഗിന്റെ ഭാഗവുമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെയും ടൈപ്പ് റൈറ്ററിന്റെയും ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പം നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ഇൻ ബാങ്കിങ് ഇൻഡസ്ട്രി ടു റീഡ് ദ ചെക്ക്. എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ബാങ്കുകളിൽ ചെക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ ഒരു ഇത് കൊടുക്കില്ലേ, ഒരു ബാർകോഡ് പോലെ, അത് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്. ആ ഒരു ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ആയി തന്നത് OCR, OMR, MICR, ബാർകോഡ് റീഡർ ആണ്. അപ്പൊ ഇതിൽ ഏതാണ് നമ്മളെ കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഡിവൈസ് എടുത്ത ക്ലാസ്സിൽ നമ്മളിത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതാണ് വരിക? MICR അല്ലേ? MICR എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? MICR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ അല്ലെ. ഇനി OCR എന്താ? OCR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ അല്ലേ വരിക. ഇതെന്താ ഉപയോഗിക്കുന്നത്? നമ്മളെ ഇമേജിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു അക്ഷരങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? കീബോർഡിൽ ഉള്ള ടൈപ്പ് ചെയ്തിട്ട് സാധാരണ ടെക്സ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്? OCR. പിന്നെ OMR അറിയാലോ, നമ്മൾ എക്സാം ഒക്കെ എഴുതുന്ന അല്ലെ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഇനി ബാർകോഡ് റീഡറും അറിയാലോ. നമ്മൾ ബാർകോഡ് റീഡർ എന്താ? നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളിലൊക്കെ ഉണ്ടാവും അല്ലെ, ബാർകോഡ് റീഡർ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് വരിക? MICR. അപ്പൊ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന, അതായത് ചെക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസും എന്നും, അതേപോലെ തന്നെ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ടെന്ന് അന്ന് നമ്മൾ ഇൻപുട്ട് ഡിവൈസിൽ ഈ MICRനെ കുറിച്ച് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ എ ഡോക്യുമെന്റ് അപ്പിയേഴ്സ് ഇൻ. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ഡോക്യുമെന്റിൽ, ഈ ഒരു ഇതിന്റെ കൃത്യമായി പറഞ്ഞാല്, നമ്മൾ വേർഡിലെ ഒരു ഡോക്യുമെന്റില് കാര്യങ്ങൾ മൊത്തം കൊടുക്കുന്നത് എവിടെയായിരിക്കും? ടൈറ്റിൽ ബാറിലാണോ, അതോ മെനു ബാറിലാണോ, സ്റ്റാറ്റസ് ബാറിലാണോ, അതോ ടൂൾ ബാറിലാണോ? അപ്പൊ എവിടെയാ കൊടുക്കുക? സ്റ്റാറ്റസ് ബാറിലല്ലേ അല്ലെ? സ്റ്റാറ്റസ് ബാറിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ നമ്മൾ സ്റ്റാറ്റസ് ബാറിനെ പറയുമ്പോൾ തന്നെ എന്താ പറയാ? നമ്മളെ കമ്പ്യൂട്ടറിലെ ഏറ്റവും താഴെയുള്ള അല്ലെ, സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലെ വേർഡിന്റെ ഒരു വിൻഡോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ ഏറ്റവും താഴെയുള്ള ഭാഗം, ഈ ഇങ്ങനെയുള്ള ഏറ്റവും താഴെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് ബാർ എന്ന് പറയാ. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ ഡോക്യുമെന്റിൽ ഉപയോഗിച്ച ഫോണ്ട് ഏതാണ്, അതേപോലെ തന്നെ ഏത് ലാംഗ്വേജ് ഏതാണ്, അതേപോലെ അതില് എന്തെങ്കിലും പിന്നെ എറേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അത് എത്ര, ഈ ഡോക്യുമെന്റിലെ പേജ് നമ്പർ എത്രയാണ്, അങ്ങനെയുള്ള ആ ഒരു ഡോക്യുമെന്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ ഈ സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ് വരിക? ദ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ എ ഡോക്യുമെന്റ് അപ്പിയേഴ്സ് ഇൻ സ്റ്റാറ്റസ് ബാർ അല്ലെ. ഇനി ടൈറ്റിൽ ബാർ എവിടെയാണ്? ഏറ്റവും ടോപ്പ് ഓഫ് ദ വിൻഡോ അല്ലെ. വീട്ടിലെ ഏറ്റവും ടോപ്പിലുള്ള വിൻഡോയിനാണ് നമ്മൾ എന്ത് പറയാ? ടൈറ്റിൽ ബാർ എന്ന് പറയാം. ഇതൊക്കെ ഏറ്റവും എളുപ്പമുള്ള കമ്പ്യൂട്ടറിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, നേരിട്ട് ചോദിക്കുന്നതാണ് ഇതൊക്കെ. ഇനി അടുത്തത് 13th ക്വസ്റ്റ്യൻ ആണ്. ഇന്റർനെറ്റ് ഈസ് എ. ഇതെന്താ? ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് എന്താ? വാൻ എന്നാണോ, മാൻ എന്നാണോ, ലാൻ ആണോ? ഇതിൽ ഏതിലാ പെടുക? അല്ലെങ്കിൽ പ്രൈവറ്റ് നെറ്റ്വർക്കിലാണോ? അത് നമുക്ക് ഇതിന്റെയൊക്കെ എന്താന്നുള്ളതൊന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ നിങ്ങൾക്ക് തന്നെ കിട്ടും. വാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാ പറയാം. അതായത് ലോകത്ത് എവിടെയുള്ള ഏത് ഭാഗത്തുള്ള കമ്പ്യൂട്ടറുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുത്താൻ പറ്റുന്ന നെറ്റ്വർക്കാണ് ഇത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന വാൻ.
ഇനി മാൻ എന്ന് പറഞ്ഞാൽ എന്താ? മാൻ ഇസ് എ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് പറയാ. എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അല്ലെ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിന് നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ. ഇപ്പൊ ഒരു ടൗണ്, ആ ടൗണിലുള്ള പിന്നെ കമ്പ്യൂട്ടേഴ്സിനുള്ള നെറ്റ്വർക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളിപ്പം കേബിൾ ടിവിന്റെ നെറ്റ്വർക്ക് ഒക്കെ പറയത്തില്ലേ, അങ്ങനെ കേബിൾ ടിവിന്റെ നെറ്റ്വർക്ക് ഒക്കെ പറയുന്നത് പോലെ അതാണ് ഈ ഒരു മാനിന് നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു എക്സാമ്പിളായി പറയാൻ പറ്റും. ഇനി ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പൊ ഒരു ഓഫീസ്, ആ ഓഫീസിൽ ഒരു ഉള്ള കമ്പ്യൂട്ടറുകളിലെ നെറ്റ്വർക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഇതിനെയാണ് എന്ത് പറയാ നമ്മള്? ലാൻ എന്ന് പറയാം. അപ്പൊ ഇതിൽ നിന്ന് ക്ലിയർ അല്ലേ? എന്താ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഏതിലാ ഉൾപ്പെടുക? വാനിൽ അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഓപ്ഷൻ എ, വാൻ. ഇനി അടുത്ത 14th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A7:A9 ഇൻഡിക്കേറ്റ്സ്. ഇത് നമ്മളെ സ്പ്രെഡ്ഷീറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ചോദിക്കുന്നത്? ഇവിടെ ചോദിക്കുന്നത് എന്താ വെച്ചാല് A7:A9 എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. A7:A9 എന്താണ് ഉദ്ദേശിക്കുന്നത്? A7:A9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് A7 എന്ന് പറയുന്ന സെല്ല് തൊട്ട് A9 വരെയുള്ള സെല്ല്, അതുവരെയുള്ള ഒരു സെല്ലുകളുടെ ഗ്രൂപ്പ് എന്നതാണ് A7:A9 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതാ വരിക ഇതില്? സെൽ A7 through A9 എന്നല്ലേ ഉത്തരം വരിക. അപ്പൊ ആൻസർ എന്താണ് വരിക? സെൽ A7 through A9 എന്നാണ് വരിക. ഇവിടെ ഓപ്ഷൻ ബി എന്താ പറഞ്ഞേ? സെൽ A7 ഓൺലി, A7 മാത്രം. അങ്ങനെയാണോ ഈ A7:A9 ഉദ്ദേശിക്കുക? അല്ല. ഇനി A7 and A9, അതായത് A7 എന്ന് പറയുന്ന സെല്ലും A9 എന്ന് പറയുന്ന സെല്ലും മാത്രമാണോ വരിക? അതിന്റെ നടുവിലുള്ള സെല്ലുകളും പെടൂലേ? അതെ. അപ്പൊ ഈ ഒരു ആൻസറും വരില്ല. പിന്നുള്ള ഓപ്ഷൻ തന്നത് സെൽ A9 എന്നാണ്. A9 ഓൺലി ആവോ? A7 ഓൺലി അല്ലെങ്കിൽ പിന്നെ A9 ഓൺലിയും വരൂലല്ലോ അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് വരിക? A7 indicates A7:A9 indicates ഓപ്ഷൻ ഡി, സെൽ A7 through A9. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 15th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. നോൺ ഇമ്പാക്ട് പ്രിന്റർ. ഇതിൽ ഏതാണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ? ഏതാണ് ഇതില് നോൺ ഇമ്പാക്ട് പ്രിന്റർ? ലേസർ പ്രിന്റർ ആണല്ലേ നോൺ ഇമ്പാക്ട് പ്രിന്റർ. ഇതും നമ്മള് ഔട്ട്പുട്ട് ഡിവൈസും ഇൻപുട്ട് ഡിവൈസും ഒക്കെ എടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രിന്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ആ പ്രിന്ററിനെ കുറിച്ച് പറഞ്ഞ ടൈമില് നമ്മൾ പ്രിന്റർ എത്ര ടൈപ്പ്, അതിൽ ഉപയോഗിക്കുന്ന രീതി ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇത് ഓരോന്നും എടുത്തെടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയേ നിങ്ങള് ആ ഒരു ഇതിൽ നിന്ന് കൃത്യമായിട്ട് ചോദിച്ചത് കണ്ടോ. അപ്പൊ നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏതാണ്? ലേസർ പ്രിന്റർ. ഓക്കെ. ഇനി ഡിറ്റക്ട് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഇറേഴ്സ് ഇൻ എ വേർഡ് ഡോക്യുമെന്റ് ബൈ. ഇവിടെ കണ്ടോ ഷോർട്ട് കട്ട് കീസ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഷോർട്ട് കട്ട് കീസിന്റെ ക്ലാസ് എടുത്ത സമയത്തും പറഞ്ഞിരുന്നു, നിങ്ങൾ ഷോർട്ട് കട്ട് കീസ് പഠിക്കുമ്പോൾ അതില് ഫങ്ഷണൽ കീസിന്റെ ഉണ്ടാവും, ആ ഫങ്ഷണൽ കീസിൻ്റെതും പഠിക്കണം. ഷോർട്ട് കട്ട് കീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1, 2, 3 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നെ അതാ 2 ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അങ്ങോട്ട് പോകുമ്പോ ഇനി വേറെ ഉണ്ടോന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കൂ നിങ്ങള് ഈ ഷോർട്ട് കട്ട് കീസിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. ഡിറ്റക്ട് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഇറേഴ്സ് ഇൻ എ വേർഡ് ഡോക്യുമെന്റ് ബൈ. അതായത് ഒരു വേർഡിലുള്ള ഒരു ഡോക്യുമെന്റിലെ ഗ്രാമർ ആയിട്ടുള്ള ഗ്രാമറ്റിക്കലി ഉള്ള എറേഴ്സും സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഒക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് ഏത് ഫങ്ഷണൽ കീ യൂസ് ചെയ്തിട്ടാ? എളുപ്പം കിട്ടും ഇത്. പ്രസ് F7. എന്താണ്? പ്രസ് F7. ഓക്കെ. ഇനി ഷോർട്ട് കട്ട് കീസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് ന്യൂ സ്ലൈഡ് ഇൻ എ കറന്റ് പ്രസന്റേഷൻ. ഇത് നേരിട്ട് ഏതിൽ പോയി? ഇത് വേർഡിലല്ല, എക്സലും അല്ല, പവർ പോയിന്റ്. അതായത് പവർ പോയിന്റിൽ വരുന്ന ഒരു ഷോർട്ട് കട്ട് കീ ആണ് ഇവിടെ. അതായത് നമ്മളുള്ള
നടന്നുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രസന്റേഷനിൽ ഒരു പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+M അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ബിങ് ഈസ് എ. ബിങ് എന്ന് പറയുന്നത് എന്താ? ഇത് ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടറിന്റെ, എനിക്ക് തോന്നുന്നു ടൈപ്പിസ്റ്റിന്റെ മാത്രമല്ല, ഒരുവിധം എല്ലാ PSC എക്സാമിലും കമ്പ്യൂട്ടർ സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പിസ്റ്റിന്റെയിലും ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ബിങ് ഈസ് എ ഡാഷ്. എന്താണ്? സോഷ്യൽ മീഡിയ ആണോ ബിങ്? വെബ്സൈറ്റ് ആണോ? ബിസിനസ് സോഫ്റ്റ്വെയർ ആണോ? സെർച്ച് എഞ്ചിൻ ആണോ? എന്താണ്? ബിങ് ഈസ് എ സെർച്ച് എഞ്ചിൻ. ഓക്കെ, ഇനി അടുത്ത് ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോട്ട് എ ഫോണ്ട് സ്റ്റൈൽ. ഫോണ്ട് സ്റ്റൈൽ അല്ലാത്തത് ഏതാണ്? ബോൾഡ്, റെഗുലർ, സബ്സ്ക്രിപ്റ്റ്, ബോൾഡ്, ഇറ്റാലിക്. നമ്മൾ ഫോണ്ട് സ്റ്റൈൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു വേർഡ് ആണെങ്കിൽ ആ ഒരു വേർഡ് ഓക്കെ നമുക്ക് ബോൾഡ് ആക്കാനെങ്കിൽ എന്ത് യൂസ് ചെയ്യും? ബോൾഡ് എടുക്കും. ഇറ്റാലിക് ആക്കാൻ കുറച്ച് ചരിച്ചിട്ടാണെങ്കിൽ ഇറ്റാലിക് യൂസ് ചെയ്യും. ഇനി ബോൾഡും ഇറ്റാലിക്കും ആക്കാൻ അല്ലെ? എന്നാൽ ഇവിടെ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഉള്ള ഒരു കാര്യമല്ലേ? അപ്പം ഇവിടെ എന്താണ്? ഫോണ്ട് സ്റ്റൈലിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സബ്സ്ക്രിപ്റ്റ്. ഇനി അടുത്തത് എക്സ്പാൻഷൻ ആണ്. USB എന്താ മീൻ ചെയ്യുന്നത്? യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഈ എക്സ്പാൻഷൻ ഒക്കെ നന്നായി പഠിക്കണേ. അപ്പം USB മീൻസ് യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഇനി അടുത്തത് നോട്ട് എ വെബ് ബ്രൗസർ. വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണെന്ന്. അപ്പം വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷനായി തന്നത് XML, സഫാരി, നെറ്റ്സർഫ്, ഒപ്പേറ. ഇതിലെന്താ? സഫാരി, നെറ്റ്സർഫ്, ഒപ്പേറ ഒക്കെ എന്താ? വെബ് ബ്രൗസേഴ്സ് ആണ്. സഫാരിനെ തന്നെ നമുക്ക് പറയാം എന്താ? ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെ ഏറ്റവും വേഗതയുള്ള ഒരു വെബ് ബ്രൗസർ ആണ് ഇത്, സഫാരി അല്ലെ? അപ്പൊ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വെബ് ബ്രൗസർ അല്ലാത്തത് XML. ഓക്കെ, ഇനി എക്സലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ചോദിച്ചത്. ഇൻ എക്സൽ ഓൾ ഫോർമുലാസ് ബിഗിൻസ് വിത്ത്. അതായത് സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ എക്സലിൽ പറയുമ്പം എല്ലാ ഫോർമുലകൾ പറയുമ്പോൾ എല്ലാ ഫോർമുലയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ് എന്നാണ് ചോദിക്കുന്നത്. പ്ലസ് സൈൻ വെച്ചിട്ടാണോ? മൈനസ് സൈൻ വെച്ചിട്ട്, അതായത് ഈ പ്ലസ് സൈൻ ആണോ? ഈ സൈൻ ആണോ? അതോ ഈക്വൽ സൈൻ ആണോ? അല്ലെ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആണോ? ഏതാണ്? ഈക്വൽ സൈൻ വെച്ചിട്ടാണ് അല്ലെ? ഈക്വൽ മോഡുലോ അങ്ങനെ പറഞ്ഞിട്ടല്ലേ പോവാ? ഏതാണ്? ഈക്വൽ സൈൻ. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. ഇനി അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ 23ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നമുക്ക് വേണ്ട. ഇനി അടുത്തത് 24th ക്വസ്റ്റ്യൻ. 24th ക്വസ്റ്റ്യൻ പറയുന്നത് ഫോണ്ട് സൈസ് മെഷേർഡ് ഇൻ. എന്താണ്? ഫോണ്ട് സൈസ് മെഷേർഡ് ഇൻ ഇഞ്ചസ്, പിക്സൽസ്, സ്പൈക്സ്, പോയിന്റ്സ്. ഇതാണ് നമുക്കിവിടെ ഓപ്ഷൻസ് ആയിട്ട് തന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഏതാണ് ആൻസർ ആയി വരിക? ഇഞ്ചസ് ആണോ? സ്പൈക്സ് ആണോ? പോയിന്റ്സ് ആണോ? പിക്സൽസ് ആണോ? എന്താ വരിക? എന്താണ് വരിക? ആൻസർ വരിക പോയിന്റ്സ് ആണ് അല്ലെ? അതായത് നമ്മള് ഇവിടെ ഈ പിക്സൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നമ്മളെ ക്യാമറയിലൊക്കെ ഉള്ള എടുക്കുന്ന ഫോട്ടോസിന്റെ അല്ലെങ്കിൽ ഇമേജിന്റെ ഒക്കെ ആ ഒരു ക്വാളിറ്റി പറയുന്ന ഒരു അളവാണ് എന്ത്? പിക്സൽ അല്ലെ? അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് പറയാം. ഫോണ്ട് സൈസ് മെഷർ ചെയ്യുക ഏതിലാണ്? പോയിന്റ്സിലാണ്. ഫോണ്ട് സൈസ് മെഷർ ചെയ്യുക എന്തിലാണ്? പോയിന്റ്സിലാണ്. അപ്പോൾ ഈ 24th ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എക്സൽ ദ ഫംഗ്ഷൻ യൂസ്ഡ് ടു റിട്ടേൺ ദ റിമൈൻഡർ ആഫ്റ്റർ എ നമ്പർ ഈസ് ഡിവൈഡ് ബൈ ഡിവൈസർ. എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഞാൻ പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പം നമ്മളിങ്ങനെ 2-3 തവണ വായിച്ചു നോക്കണം. എന്നാലാണ് നമുക്ക് ആ ആൻസറിലേക്ക് എത്താം. ഒറ്റ തവണ വായിക്കുമ്പോൾ നമുക്ക് അത്ര ഇങ്ങോട്ട് കത്തൂല. ഇൻ എക്സൽ ദ ഫംഗ്ഷൻ യൂസ്ഡ് ടു റിട്ടേൺ ദ റിമൈൻഡർ
after a number is divided by a divisor. ഓക്കെ, അപ്പോൾ എക്സലില് ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ അല്ലെ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ, അപ്പൊ ഏതാണ് അതിന്റെ ആ ഒരു ഇതിന് വരിക, ഫംഗ്ഷൻ ആയിട്ട് വരിക? ഓപ്ഷൻ എ അല്ലേ? വീണ്ടും ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഷോർട്ട് കട്ട് കീ തന്നെ. ഏതാ? കൺട്രോൾ പ്ലസ് ഈക്വൽ കീസ്. എന്താണ് അത്? എന്തിനുപയോഗിക്കുന്നതാണിത്? ആലോചിച്ച് നോക്കിയേ, എന്തിനാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുക? ഈ ഷോർട്ട് കട്ട് കീ നമ്മൾ എടുത്ത ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷോർട്ട് കട്ട് കീ ഏതായിരുന്നു? സബ്സ്ക്രിപ്റ്റ്. ഏതാണ്? സബ്സ്ക്രിപ്റ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ കൃത്യം അറിയുന്നതായതുകൊണ്ടാണ് ഞാൻ വിടുന്നത്. ഷോർട്ട് കട്ട് കീൻ്റെതൊക്കെ പറഞ്ഞപ്പം ഈ ഒരു ഷോർട്ട് കട്ട് കീ ഒക്കെ നമ്മൾ എടുത്ത് പറഞ്ഞതാണ്. ഇനി അടുത്തത്, ഈ താഴെ തന്നിട്ടുള്ളതിൽ നെറ്റ്വർക്കിംഗ് ഡിവൈസ് അല്ലാത്ത ഏത്? നോട്ട് എ നെറ്റ്വർക്കിംഗ് ഡിവൈസ്. സ്വിച്ച്, ബ്രിഡ്ജ്, ഹബ്ബ്, നൺ ഓഫ് ദിസ്. സ്വിച്ചും നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ്, ബ്രിഡ്ജും നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ്, ഹബ്ബും നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ്. നമ്മളെ നെറ്റ്വർക്കിംഗ് ഡിവൈസിന്റെ ക്ലാസ്സിൽ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് എടുത്തു പറയും. അപ്പം ഇവിടെ നെറ്റ്വർക്കിംഗ് ഡിവൈസ് അല്ലാത്ത ഏതാ? ഇതിലൊന്നും പെടൂല അല്ലെ? ഇപ്പൊ മൂന്ന് എന്താണ്? നെറ്റ്വർക്കിംഗ് ഡിവൈസുകളാണ്. അപ്പൊ ആൻസർ ഏതാ വരിക? നൺ ഓഫ് ദിസ്. ഇനി നമ്മള് കമ്പ്യൂട്ടറിൽ നമ്മളിപ്പം പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സിലുള്ളതാണ്, മെമ്മറിന്റെ ക്ലാസ്സിലുള്ളതാണ്. റാം, ഇതില്ലേ റാം, റോം, പി റോം, ഹാർഡ് ഡിസ്ക് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വോളറ്റൈൽ മെമ്മറി ഏതാണെന്നാണ് 28th ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. റോം ആണോ, റാം ആണോ, പി റോം ആണോ, ഹാർഡ് ഡിസ്ക് ആണോ? വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എന്താണ്? ആ മെമ്മറി ഡിലീറ്റ് ആയി പോകും അല്ലെ? അപ്പം രണ്ട് തരത്തിലുള്ള മെമ്മറി, വോളറ്റൈലും ഉണ്ട്, നോൺ വോളറ്റൈലും ഉണ്ട്. റോം ഏതിലാ പെടുക? വോളറ്റൈലിലാണോ? അല്ല അല്ലെ? റോം ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി അല്ലേ? അതേപോലെ തന്നെ പി റോം എന്താണ്? നോൺ വോളറ്റൈൽ മെമ്മറി. അതായത് റോമിന്റെ ഒരു ടൈപ്പ് അല്ലേ പി റോം അല്ലെ? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അല്ലേ? ഇനി ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ എന്തായിരുന്നു? പ്രൈമറി മെമ്മറി ആണോ, സെക്കൻഡറി മെമ്മറി ആണോ? സെക്കൻഡറി മെമ്മറിയിൽ ആണ് അല്ലെ? അതും സെക്കൻഡറി മെമ്മറിയിൽ മാഗ്നറ്റിക് സ്റ്റോറേജ് മെമ്മറിയിൽ പെടുന്നതാണ് ഇത് ഹാർഡ് ഡിസ്ക് അല്ലെ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? റാം. റാം ഇസ് എ വോളറ്റൈൽ മെമ്മറി. അതേപോലെ റാം ഇസ് എ മെയിൻ മെമ്മറി. റാം ഇസ് എ കമ്പ്യൂട്ടർ വർക്കിംഗ് ഏരിയ അല്ലെ? വർക്കിംഗ് ഏരിയ മെമ്മറി. അങ്ങനെ റാമിനെ കുറിച്ച് നമ്മൾ കുറെ വിശേഷണങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പം ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വോളറ്റൈൽ മെമ്മറി ഏതാണ്? റാം. റാമിന്റെ ഫുൾ ഫോം എന്താ? റാൻഡം ആക്സസ് മെമ്മറി. ഇത് ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 29th. കപ്പാസിറ്റി ഓഫ് എ സിംഗിൾ സൈഡഡ് ബ്ലൂറേ ഡിസ്ക്. അതായത് ബ്ലൂറേ ഡിസ്ക്, അതിൽ തന്നെ സിംഗിൾ സൈഡഡ് ബ്ലൂറേ ഡിസ്കിന്റെ കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം എത്രയാണ് ആൻസർ വരിക? 25 ആണോ, 30 ആണോ, 50 ആണോ, 40 ആണോ? ഒക്കെ ജിഗാബൈറ്റിലാണ്. അപ്പം 29ന്റെ ആൻസർ എന്താ വരിക? 25 അല്ലേ? 25 ആണ് എന്ത്? 25 GB ആണ് ഒരു സിംഗിൾ സൈഡഡ് ബ്ലൂറേ ഡിസ്കിന്റെ കപ്പാസിറ്റി അല്ലെ? അപ്പം ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളത് എന്തിനാ? ബ്ലൂറേ ഡിസ്കിനാണ് അല്ലെ? ഡിസ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റോറേജിന് കപ്പാസിറ്റി ഉള്ളത് ഏതാ? ബ്ലൂറേ ഡിസ്കിനാണ്. ഈ ബ്ലൂറേ ഡിസ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇതിനാ? ഡബിൾ സൈഡഡ് ബ്ലൂറേ ഡിസ്കിനാണ്. അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താ? 50 GB ആണ്. അപ്പൊ ഇവിടെ കൃത്യമായി ചോദിച്ചിട്ടുണ്ട് എന്താണ്? ഒരു സിംഗിൾ സൈഡഡ് ബ്ലൂറേ ഡിസ്കിന്റെ കപ്പാസിറ്റി എത്രയാണെന്നാണ്. അപ്പൊ ആൻസർ എന്താ വരിക? 25 GB. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ലാൻഡ്സ്കേപ്പ് ഈസ് എ എന്താ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ അറിയാം ലാൻഡ്സ്കേപ്പ് എന്താ നോക്കാം അല്ലെ? അപ്പൊ എന്താ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്? എന്താ? ഒരു പേജ് ഓറിയന്റേഷൻ ആണ്. പേജ് സൈസ് അല്ലല്ലോ. അതേപോലെ പേപ്പർ സൈസോ അല്ലെങ്കിൽ പേജ്
പേപ്പർ ഷീറ്റിലൊന്നും പെടുന്നതല്ല. എന്താണ്? പേജ് ഓറിയന്റേഷനിൽ പെടുന്നതാണ് എന്ത്? ലാൻഡ്സ്കേപ്പ്. ഓക്കെ. ഇനി 31th ക്വസ്റ്റ്യൻ. 31 ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ടേബിൾസ് ഇൻക്ലൂഡ്. ഇത് സ്പ്രെഡ്ഷീറ്റിലും പറയാം, അല്ലെങ്കിൽ വേർഡിലും പറയാം, രണ്ടിലും പെടുന്നതാണ്. ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? അപ്പം സ്പ്രെഡ്ഷീറ്റിലാണ് കുറച്ചും കൂടെ നന്നായിട്ട്, അതായത് നമ്മളെ എക്സലിൽ പറയുമ്പോഴാണ് കൃത്യമായി പറയാൻ പറ്റുക. ഒരു ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ഒരു ടേബിളിൽ എന്തൊക്കെ ഉണ്ട്? ടേബിൾ നമ്മളിങ്ങനെ, ഇപ്പൊ ഒരു ടേബിൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ അല്ലെ, ആ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ആദ്യം കൊടുക്കുന്ന സാധനം എന്താ? ഇത്ര റോയും ഇത്ര കോളവും വേണമെന്നല്ലേ അല്ലേ? അപ്പൊ റോസ് ടേബിളിൽ പെടുന്നതാണ്, കോളംസ് ടേബിളിൽ പെടുന്നതാണ്. അതേപോലെ അതിൽ പെടുന്ന ഓരോ ആ റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ആ പിന്നെ റെക്റ്റാങ്കിൾസിന് എന്താ നമ്മൾ പറയാ? സെൽസ് എന്ന് പറയുന്നതാണ് അല്ലെ. അപ്പൊ ഈ മൂന്നും എന്താണ്? ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പൊ ആൻസർ എന്താ വരിക? ഓൾ ഓഫ് ദിസ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The file formats that can added to PowerPoint shows. എന്താ ചോദിച്ചിട്ടുള്ളത്? എന്താണ്? പവർ പോയിന്റില്, അതായത് നമ്മള് പ്രസന്റ് ഇതില് പവർ പോയിന്റില് സ്ലൈഡ് പ്രസന്റേഷനില്, അവിടെ പവർ പോയിന്റില് നമുക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ചേർക്കാൻ പറ്റുന്ന ഫയലുകളുടെ ഫോർമാറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ എണ്ണം നമുക്ക് പവർ പോയിന്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫയൽ ഫോർമാറ്റുകളാണെന്ന്? .jpg, .wave, .gif, ഓൾ ഓഫ് ദിസ്. ഇതാണ് നമ്മൾ ഓപ്ഷൻസ്. JPG പറ്റുമോ? JPG പറ്റൂ അല്ലെ? എന്താ JPG എന്ന് പറയുന്നത്? എന്താ? ഒരു ഇമേജിന്റെ ഫോർമാറ്റ് ആണ് അല്ലെ. അപ്പൊ ഇമേജ് ഫയലിന്റെ ഫോർമാറ്റ് ആണ് എന്ത്? .jpg. അപ്പൊ അത് പവർ പോയിന്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. നമ്മൾ പവർ പോയിന്റിൽ ഷോ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഫയൽ ഫോർമാറ്റ് ആണ്. വേവ് എന്ന് പറയുന്നത് എന്താ? ഓഡിയോ അല്ലെ. ഇനി ഗിഫ് എന്ന് പറയുന്നത് എന്താ? ആനിമേഷൻ ചെയ്യുന്ന ഫോർമാറ്റുകൾ അല്ലെ. അപ്പൊ ഇതൊക്കെ ഏതിൽ പെടും? പവർ പോയിന്റിൽ ഷോ ചെയ്യാൻ പറ്റുന്ന ഫയൽ ഫോർമാറ്റുകളാണ്. അപ്പൊ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 33th ക്വസ്റ്റ്യൻ ആണ്. W3C സ്റ്റാൻഡ്സ് ഫോർ. വീണ്ടും ഒരു എക്സ്പാൻഷൻ അല്ലെ. W3C എന്താണ് എന്നാണ് ചോദിക്കുന്നത്. W3C എന്ന് പറയുന്നത് എന്താ? W3C എന്ന് പറയുന്നത് വേൾഡ് വൈഡ് കൺസോർഷ്യം അല്ലെ. എന്താ ഈ W3 എന്ന് പറയുന്ന വേൾഡ് വൈഡ് വെബ്? 3 W ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. C എന്ന് പറയുന്നത് എന്താ? കൺസോർഷ്യം. ഓക്കെ. അപ്പൊ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? നമ്പർ ഓഫ് പിക്സൽസ് ഡിസ്പ്ലേഡ് ഓൺ ദി കമ്പ്യൂട്ടർ സ്ക്രീൻ ഈസ് കോൾഡ്. അതായത് നമ്മളിപ്പം ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു സ്ക്രീന്, ആ കമ്പ്യൂട്ടറിന്റെ സ്ക്രീന് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്താ? ഒരുപാട് പിക്സൽസ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ. അപ്പൊ അതിന് എന്താണ് വിളിക്കുക? ഇത് നേരിട്ട് ഇതിന്റെ ആൻസറിന്റെ കറക്റ്റ് ഡെഫിനിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? റെസല്യൂഷൻ അല്ലെ. അതായത് ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ഒരു ഇമേജിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന എന്താ? പിക്സലുകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെ. ഈ പിക്സലുകളെ കൗണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ശരിക്കും? റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്പർ ഓഫ് പിക്സൽസ് ഡിസ്പ്ലേഡ് ഓൺ ദി കമ്പ്യൂട്ടർ സ്ക്രീൻ ഈസ് കോൾഡ് റെസല്യൂഷൻ. ഓക്കെ. ഇനി അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ. ലോങ് ടെക്സ്റ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു മെനി ലൈൻസ് വിത്തിൻ എ സെൽ ത്രൂ. അതായത് നമ്മൾ ഒരു വലിയൊരു ടെക്സ്റ്റ് അത് നമ്മൾ ഒരുപാട് ലൈനുകളിലേക്ക് മാറ്റുക, അതായത് സെല്ലുകളിലേക്ക് മാറ്റുക. അപ്പൊ അതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നതെന്ന്, അത് കറക്റ്റ് അതിന്റെ ആ ഫോർമാറ്റ് ആണ് എന്ത്? വ്രാപ്പ് ടെക്സ്റ്റ് ഇൻ ഫോർമാറ്റ് സെൽസ്. ഇതൊക്കെ നേരിട്ട് നിങ്ങൾ പഠിക്കുന്ന തന്നെയാണ്. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഒന്ന് എടുത്ത് പറയും കേട്ടോ. ഇനി അടുത്ത 36th ക്വസ്റ്റ്യൻ. ഇൻ എക്സൽ ബൈ ഡിഫോൾട്ട് ന്യൂമറിക് വാല്യൂ അപ്പിയർ ഇൻ. അതായത് എക്സലില്
ഡിഫോൾട്ട് ആയിട്ടുള്ള ന്യൂമറിക് വാല്യൂസ് എവിടെയാണ്? റൈറ്റ് അലൈനിലാണ് അപ്പിയർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത 37th വീണ്ടും ഷോർട്ട് കട്ട് കീ. ഫങ്ഷണൽ കീസ് പെടുന്നതാണെന്നേ ഉള്ളൂ. ഇത് പവർ പോയിന്റിലുള്ളതാണ്. അപ്പം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ? ഫങ്ഷൻ കീ യൂസ്ഡ് ടു വ്യൂ സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫങ്ഷണൽ കീ ഏതാണ്? സിമ്പിൾ ആയിട്ട് പറയാം, F5. നോക്കൂ നിങ്ങൾ, ഈ ഷോർട്ട് കട്ട് കീസ് തന്നെ പറയുന്നതാണ് നമ്മൾ ഈ ഫങ്ഷണൽ കീസിന്റെ ഒക്കെ കാര്യം. അപ്പൊ നമ്മൾ നോക്കൂ, ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഷോർട്ട് കട്ട് കീസ് പഠിക്കുന്നതിൽ കൂടെ തന്നെ വരുന്നു അല്ലേ? അപ്പം ഷോർട്ട് കട്ട് കീസിന്റെ നമ്മൾ 2 ക്ലാസ് പിന്നെ അല്ലാതെ തന്നെ നമ്മൾ വേറൊരു പോർഷൻ എടുത്തപ്പോഴും അതിന്റെ കൂടെ, അതായത് മെമ്മറിന്റെ ഒരു പോർഷൻ എടുത്തപ്പോൾ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട് കീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഷോർട്ട് കട്ട് കീസ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് എല്ലാ ക്ലാസ്സും ഷോർട്ട് കട്ട് കീസിന്റെ ക്ലാസ് ഒക്കെ ഇരുന്ന് കാണണം. നിങ്ങൾ ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എത്ര ഷോർട്ട് കട്ട് കീസ് വന്നു എന്നുള്ളത്. ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് റൈറ്ററിന്റെ മാത്രമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ കമ്പ്യൂട്ടറിന്റെ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു ഷോർട്ട് കട്ട് കീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കേട്ടോ. ഏത് ടൈപ്പ് റൈറ്ററിന്റെ ഏത് ടൈപ്പിസ്റ്റിന്റെ എക്സാമിന് എടുത്താലും ഷോർട്ട് കട്ട് കീസ് എന്തായാലും ഉണ്ടാവും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഫങ്ഷണൽ കീ യൂസ്ഡ് ടു വ്യൂ സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫങ്ഷണൽ കീ ആണ് ഇത്, F5. ഇനി 38th ക്വസ്റ്റ്യൻ, വിൻഡോസ് ബേസ്ഡ് കമാൻഡ് ടു വ്യൂ IP അഡ്രസ്. IP അഡ്രസ് കാണാനുള്ള വിൻഡോസ് ബേസ് ചെയ്തിട്ടുള്ള കമാൻഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇതിൽ വരിക? IP കോൺഫിഗറേഷൻ. ഇത് IP കോൺഫിഗറേഷന്റെ ഷോർട്ടാണ് എന്ത്? IP കോൺഫിഗ് എന്നുള്ളത് കേട്ടോ. ഒക്കെ നേരിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. ഇനി അടുത്തത്, ഇൻ വേർഡ് മെയിലിംഗ് ലിസ്റ്റ് ഈസ് നോൺ ആസ്. വേർഡിലുള്ള ഇൻവേർഡ് മെയിലിംഗ് ലിസ്റ്റിന് എന്താ നമ്മൾ വിളിക്കുക? ഡാറ്റ സോഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇനി അടുത്തത് ഡാറ്റ സോഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇനി 14th ക്വസ്റ്റ്യൻ എന്താ? ഡിഫോൾട്ട് നമ്പർ ഓഫ് ലൈൻസ് ടു ഡ്രോപ്പ് ഫോർ ഡ്രോപ്പ് ക്യാപ്പ്. അപ്പൊ എന്താ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഒരു പാരഗ്രാഫിലെ ഒരക്ഷരത്തിനെ, ഫസ്റ്റ് ലെറ്ററിനെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് എടുത്ത് കാട്ടില്ലേ, അല്ലെങ്കിൽ എന്താ പറയാ, അതിനെ നമ്മളൊന്ന് ഒരു ഇതാക്കി വെക്കില്ലേ, ഒരു പിന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. ഇപ്പൊ ഒരു പാരഗ്രാഫ് ആണ്, ആ പാരഗ്രാഫിന്റെ ആ ഒരു അക്ഷരത്തിനെ നമ്മൾ എടുത്ത് കാട്ടും. അതിനൊരു ഡീഫോൾട്ട് നമ്പർ ഉണ്ട്, ഇത്ര ലൈൻസിന്റെ ഇത്രയാണ് 3. ഇതും ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ. ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ഏതാ? ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ഏതാ ഇതില്? അവൈറ ഇസ് എ ആന്റി വൈറസ് സോഫ്റ്റ്വെയർ. ഇനി ടു മൂവ് എ ബ്ലോക്ക് ഓഫ് ദ ടെക്സ്റ്റ് ഇൻ എ വേർഡ് ഡോക്യുമെന്റ്. അതായത് നമുക്ക് ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യണം? മാറ്റണം, വേറെ സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം ഇവിടുന്ന് കട്ട് ചെയ്ത് പോവില്ല. പുറത്തേക്ക് ചെയ്താൽ ആ ഭാഗം ഇവിടെ തന്നെ കിടക്കും. കോപ്പി അല്ലേ ചെയ്യുന്നത്. പേസ്റ്റ് ആൻഡ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി എന്താ ഇതിൽ ആകെ ഉള്ളത്? പേസ്റ്റ് ആൻഡ് കട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഏതാ വരിക? കട്ട് ആൻഡ് പേസ്റ്റ്. കട്ട് ചെയ്യാം, അപ്പുറത്തെ ഭാഗത്ത് പോയിട്ട് പേസ്റ്റ് ചെയ്യാം. അതാ അടുത്ത ഷോർട്ട് കട്ട് കീ. 43th ക്വസ്റ്റ്യൻ ആണ്, Ctrl+P ഈസ് യൂസ്ഡ് ടു. Ctrl+P എന്തിനാ യൂസ് ചെയ്യുന്നത്? Ctrl+P യൂസ് ചെയ്യുന്നത് ഓപ്പൺ എന്തായിരുന്നു? പ്രിന്റ് ഡയലോഗ് ബോക്സ്. ഇനി അടുത്ത ഷോർട്ട് കട്ട് കീ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷോർട്ട് കട്ട് കീ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് കട്ട് കീ ഫോർ ക്രിയേറ്റിംഗ് കോപ്പിറൈറ്റ് സിമ്പൽ. കോപ്പിറൈറ്റ് സിമ്പൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? Alt+Ctrl+C. Alt+Ctrl+C ആണ് ഷോർട്ട് കട്ട് കീ. എന്തിന്? കോപ്പിറൈറ്റ് സിമ്പൽ ക്രിയേറ്റ് ചെയ്യാനുള്ള. ഇനി നമ്മൾ അടുത്ത പറയുന്ന
45th ക്വസ്റ്റ്യൻ ആണ്. സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഫോണ്ട് സൈസ് ഇൻ ഫോണ്ട് സൈസ് ടൂൾ ഓൺ ഫോർമാറ്റിംഗ് ടൂൾ ബാർ. ഫോർമാറ്റിംഗ് ടൂൾ ബാറിലാണല്ലോ ഫോണ്ട് സൈസ് ടൂൾ ഉള്ളത്. അതിലുള്ള ഫോണ്ട് സൈസിന്റെ ഇത്ര തൊട്ട് ഇത്രയെന്ന് ഒന്ന് കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഏതാണ്? 8 and 7. ഏറ്റവും ലോവർ 8ഉം ഹയർ 72. ഇത് ഡീഫോൾട്ട് ആണ്, അതിൽ മാറ്റങ്ങൾ വരുത്താം. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയർ, ഇതിൽ ഏതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? 46th ക്വസ്റ്റ്യൻ. ഇത് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇതിൽ നിന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ എടുക്കാനാണ് പറഞ്ഞത്. ഏതാ? C+ ആണോ, C++ ആണോ, അതോ വേർഡ് ആണോ, ജാവ ആണോ, ലിനക്സ് ആണോ? ഏതാ? ലിനക്സ് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലെ? ഇതൊക്കെ എപ്പോഴും നമ്മൾ പഠിക്കുന്നതാണ്. ഇനി C++, അതേപോലെ ജാവ എന്ന് പറയുന്നതൊക്കെ ഒരു പ്രോഗ്രാമിംഗ് അല്ലെ, സോഫ്റ്റ്വെയർ അല്ലെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലെ. വേർഡ് എന്ന് പറയുന്നത് എന്താ? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇനി 47 എന്താ? ദ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അവൈലബിൾ ടു എവ്രി വൺ. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ എടുക്കുന്നു, ആ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയറിനെ നമ്മൾ എന്താ പറയാ? ഫയർവെയർ. എന്താണ് നമ്മൾ പറയാ? ഇപ്പൊ നമ്മൾ അതിന് ആൻസർ എന്താണ് പറയാ? ഫ്രീ വെയർ. എന്താണ് ആൻസർ? ഫ്രീ വെയർ. ഇതൊക്കെ നമുക്ക് ഓപ്ഷൻ തന്നെ ആൻസർ കിട്ടും. ഇനി ഹെഡർ ആൻഡ് ഫൂട്ടർ കമാൻഡ്. ഹെഡർ ആൻഡ് ഫൂട്ടർ കമാൻഡ് ക്യാൻ ബി അസസ്. ഹെഡറും ഫൂട്ടറും നമ്മൾ എവിടുന്ന എടുക്കുക? റിവ്യൂ എന്നാണോ, ഹോം എന്നാണോ, ഇൻസേർട്ട് എന്നാണോ, നണ്ണാണോ? ഇൻസേർട്ട് എന്ന്. ഇതൊക്കെ നമ്മൾ വേർഡിൽ കറക്റ്റ് ആയി പഠിക്കുന്ന കേട്ടോ. ഓരോ ടൂൾ എടുക്കുമ്പോഴും അതിൽ ഓരോന്നിലും എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത് അതിൽ ഇൻസേർട്ടിൽ പെടുന്നതാണ് ഇത് ഹെഡർ ആൻഡ് ഫൂട്ടർ. ഇനി 49th ക്വസ്റ്റ്യൻ. അപ്ലൈ ഡിഫറെന്റ് പേജ് ഫോർമാറ്റിംഗ് ടു ദി സെയിം ഡോക്യുമെന്റ്. ഒരേ ഡോക്യുമെന്റ് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പിലുള്ള പേജ് ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? സെക്ഷൻ ബ്രേക്ക്. എന്താണ് യൂസ് ചെയ്യുക? സെക്ഷൻ ബ്രേക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻപുട്ട് ഡിവൈസ്. ഇതിൽ ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്ന് കാണാനാണ്. സ്പീക്കർ തന്നിട്ടുണ്ട്, പ്രിന്റർ തന്നിട്ടുണ്ട്, പ്ലോട്ടർ തന്നിട്ടുണ്ട്, സ്കാനർ തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ദ ഇൻപുട്ട് ഡിവൈസ്? ഇതിൽ ഏതാ ഇൻപുട്ട് ഡിവൈസ്? സ്കാനർ അല്ലേ? സ്കാനർ ആണ് ഇൻപുട്ട് ഡിവൈസ്. നമ്മൾ ഇൻപുട്ട് ഡിവൈസിന്റെ ഔട്ട്പുട്ട് ഡിവൈസിന്റെ ക്ലാസ് എടുത്ത സമയത്തൊക്കെ കൃത്യം ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ്, ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ പഠിച്ചു കഴിയുമ്പോഴേക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മളെ കമ്പ്യൂട്ടറിന്റെ ഭാഗം. ഇനി നമ്മൾ ടൈപ്പ് റൈറ്ററിന്റെ ഭാഗത്തിലേക്ക് പോവുകയാണ്. വിച്ച് മെത്തേഡ് ഓഫ് ടൈപ്പിംഗ് ഈസ് ജനറലി ഫോളോഡ് ടു അബ്റ്റെയിൻ ഹയർ സ്പീഡ് ആൻഡ് അക്യുറസി? അപ്പൊ ഏതാണ്? ഇതെന്താ ചോദിച്ചത് ശരിക്കും? അതായത് ഹയർ സ്പീഡും അക്യുറസിയും ഒക്കെ ഫോളോ ചെയ്യുന്ന സാധാരണ ഏത് മെത്തേഡാണെന്ന്. ഇപ്പൊ സയന്റിഫിക് മെത്തേഡിനല്ലേ ഇത് നടക്കുക. അപ്പൊ ഏതാ? ടച്ച് മെത്തേഡാണോ, സൈറ്റ് മെത്തേഡാണോ? ഏതാണ്? ഓപ്ഷൻ എ ടച്ച് മെത്തേഡ്, ഓപ്ഷൻ ബി പറയുന്നത് സൈറ്റ് മെത്തേഡ് എന്നാണ്, ഓപ്ഷൻ സി രണ്ടും പറയുന്നുണ്ട്, ഓപ്ഷൻ ഡി രണ്ടും അല്ല എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? ടച്ച് മെത്തേഡ് അല്ലേ? ഇനി 52th ക്വസ്റ്റ്യൻ. 52ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 52 പറയുന്നത് യൂസിങ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്യാൻ വി ഡിസെൻഗേജ് ദ സിലിണ്ടർ ടു റൊട്ടേറ്റ് ഫ്രീലി? അതായത് ഒരു സിലിണ്ടർ സ്വതന്ത്രമായിട്ട് കറങ്ങാൻ, ഒരു സിലിണ്ടർ സ്വതന്ത്രമായിട്ട് കറങ്ങുമ്പോൾ അതിനെ വേർപെടുത്താൻ പറ്റുന്നത് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണെന്നാണ്. എന്താ യൂസ് ചെയ്യുക? പുഷ് ബട്ടണും അതേപോലെ തന്നെ ഏതും സിലിണ്ടർ റിലീസ് ലിവറും. അപ്പൊ ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ബി അല്ലേ? ഒക്കെ നമ്മൾ സിലിണ്ടറിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്. ഇനി വിച്ച് എമംഗ് ദ ഫോളോയിങ് ഹെൽപ്സ് ടു മൂവ് ദ കാരേജ് ലെഫ്റ്റ് വാർഡ്സ്? ഇടതു ഭാഗത്തേക്ക് കാരേജിന് മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെ കീസാണ് ചോദിക്കുന്നത്? സ്പേസ് ബാർ ആണോ, ക്യാരക്ടർ കീസ് ആണോ, ബാക്ക് സ്പേസ് ബി ആണോ, ഏതാണ്? കീ റിലീസ് ലിവർ ആണോ? ഏതൊക്കെയാ? സ്പേസ് ബാറും ക്യാരക്ടർ കീസും അല്ലേ?
അപ്പൊ ഏതാണ് ആൻസർ വരിക? 53A. രണ്ടും അല്ലേ വരിക? അത് നമ്മൾ കൃത്യം പറഞ്ഞിട്ടില്ലേ, കാരേജ് ഏതൊക്കെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഏതൊക്കെ അമർത്തിയാലാണ് ഏതൊക്കെ ഭാഗത്തേക്ക് പോവുക, ടച്ച് ചെയ്യുമ്പോഴാണ് ഏതൊക്കെ ഭാഗത്തേക്ക് പോവുക എന്നുള്ളത്. ഇനി നോക്കൂ, ഇതൊക്കെ നമ്മൾ എടുത്ത ക്ലാസ്സിലുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ ആവർത്തിച്ചു വന്നത്. While typing, 2 spaces are to be provided after. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം ചില കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പം ക്വസ്റ്റ്യൻ മാർക്ക്, ഫുൾ സ്റ്റോപ്പ് ഒക്കെ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്ര സ്പേസ് വിടണം എന്നുണ്ടാവും അല്ലേ? അപ്പം ഏതൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ 2 സ്പേസ് വിടുന്നതെന്നാണ് ചോദിച്ചത്. അപ്പം ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമ്മൾ 2 സ്പേസ് വിട്ടിട്ടാണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? അതേപോലെ തന്നെ പിന്നെയോ ഫുൾ സ്റ്റോപ്പ്, അതേപോലെ വേറെ ഏതാണ്? ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ, ആശ്ചര്യചിഹ്നം, അവയൊക്കെ വന്നു കഴിഞ്ഞാൽ അവ ടൈപ്പ് ചെയ്തിട്ട് പിന്നെ 2 സ്പേസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി ടൈപ്പ് ചെയ്യുക അല്ലെ? അപ്പൊ ഏതാണ് വരിക? ഓപ്ഷൻ സി, 1, 2 and 3. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ. Which among the following remains ideal by typing using blind method? ഇവിടെ ഉദ്ദേശിച്ചത് ബ്ലൈൻഡ് മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഫിംഗർ ഏതാണെന്നാണ്. അപ്പൊ ഏതാണ്? ലെഫ്റ്റ് തമ്പ് അല്ലെ? ലെഫ്റ്റ് തമ്പ് നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ. അപ്പൊ ഓപ്ഷൻ ഏതാണ് വരിക? സി അല്ലെ? ഓപ്ഷൻ സി ആണ് വരിക. ഇനി 56ാമത്തെ ക്വസ്റ്റ്യൻ PS ഡിലീറ്റ് ചെയ്താണ്. ഇനി 57ാമത്തെ ക്വസ്റ്റ്യൻ. 57ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ നോട്ട് ട്രൂ. ഇവിടെ തന്നിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത്, അല്ലെ ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഡെമി ഒഫീഷ്യൽ ഓപ്ഷൻസ് തന്നത്. ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആർ റിട്ടൺ ടു ഗെറ്റ് പേഴ്സണൽ അറ്റൻഷൻ ഓഫ് അഡ്രസ്സസ്. സെക്കൻഡ്, ജനറലി ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ് ക്യാരീസ് കോൺഫിഡൻഷ്യൽ ഓർ അർജന്റ് മാറ്റർ. Third, demi official letter is concluded with yours faithfully. Fourth, demi official letters is written and passed between officials. അല്ലേ? അപ്പം ഇത് നമ്മൾ സെക്കൻഡ് പേപ്പർ, ടൈപ്പ് റൈറ്ററിന്റെ സെക്കൻഡ് പേപ്പറിൽ പഠിക്കുമ്പോൾ ഒരുപാട് ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലെറ്ററുകൾ ഇതില്. അപ്പം ഡെമി ഒഫീഷ്യൽ ലെറ്ററുകൾ എഴുതുന്നത് എന്തിനാണ്? അത് ഗെറ്റ് ടു പേഴ്സണൽ അറ്റൻഷൻ ഓഫ് അഡ്രസ്സസ് ആണോ? അല്ലല്ലോ. അതേപോലെ തന്നെ കോൺഫിഡൻഷ്യലോ അല്ലെ അർജന്റ് മാറ്ററിനൊക്കെയാണോ ഡെമി ഒഫീഷ്യൽ ലെറ്റർ വരിക? അല്ലല്ലോ. പിന്നെ ഡെമി ഒഫീഷ്യൽ ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏതാ അതിലുള്ളത്? ഡെമി ഒഫീഷ്യൽ ലെറ്റർ നമ്മൾ കൺക്ലൂഡ് ചെയ്യുക എന്തിലാണ്? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി വെച്ചിട്ടാണ് അല്ലേ? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി വെച്ചിട്ടാണ് ഡെമി ഒഫീഷ്യൽ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുക. അപ്പൊ ഇതില് ഡെമി ഒഫീഷ്യൽ ലെറ്ററുമായി ബന്ധപ്പെട്ട് ട്രൂ അല്ലാത്തത് ഏതാണ്? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആണെന്നല്ലേ ഉള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോയി, സോറി. ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ് റിട്ടേൺ ചെയ്യുന്നതാണ് ടു ഗെറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പേഴ്സണൽ അറ്റൻഷൻ ഓഫ് ദി അഡ്രസ്സസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും അർജന്റ് അല്ലെങ്കിൽ കോൺഫിഡൻഷ്യലായ മാറ്ററുകൾ ക്യാരി ചെയ്യാനാണ് എന്തുപയോഗിക്കുക? ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുക. നമ്മൾ ലാസ്റ്റ് അവസാനിപ്പിക്കുക യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളിയിലല്ലോ അല്ലെ? യുവേഴ്സ് സിൻസിയർലിയിലൊക്കെയാണല്ലോ അവസാനിപ്പിക്കുക അല്ലെ? ഇനി അതേപോലെ തന്നെ ഒഫീഷ്യൽ കാര്യങ്ങൾക്കല്ലേ നമ്മൾ യൂസ് ചെയ്യാറ് അധികവും. അപ്പം ഓപ്ഷൻ 3 ആണ് അതിൽ ട്രൂ അല്ലാത്തത്. ഓക്കെ, ഓപ്ഷൻ 3 അതായത് 3 അതായത് ഓപ്ഷൻ ഡി വരും ആൻസർ. ഇനി മിസ് ഈസ് യൂസ്ഡ് ഇൻസൈഡ് എ അഡ്രസ് ആസ് എ ടൈറ്റിൽ ടു. അതായത് ഏതാണ് നമ്മൾ അത് ടൈറ്റിൽ ഇൻസൈഡ് അഡ്രസ് ടൈറ്റിൽ പെടുത്തുക? കമ്പനിയിലാണോ, ഫേംസിലാണോ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണോ, ബാങ്കിലാണോ? ഏതാണ്? കമ്പനിയിലും ഫേംസിലും അല്ലേ വരിക? രണ്ടിലാണ് ഈ മേഴ്സ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത്
ദി കോംപ്ലിമെന്ററി ക്ലോസ് യുവേഴ്സ് ട്രൂലി ഈസ് യൂസ്ഡ് ഇൻ. യുവേഴ്സ് ട്രൂലി എന്നുള്ള കോംപ്ലിമെന്റ് നമ്മൾ ഏതിലാ യൂസ് ചെയ്യാന്ന്? ഗവൺമെന്റ് ഓർഡറിലാണോ, സർക്കുലർ ആണോ, ഒഫീഷ്യൽ ലെറ്ററിലാണോ, ബിസിനസ് ലെറ്ററിലാണോ? ഏതിലാ യുവേഴ്സ് ട്രൂലി എന്നുള്ളത്? ബിസിനസ് ലെറ്ററിലാണ് വരിക അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹോം കീ ഇൻ എ ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്ററിലെ ഹോം കീ ഏതാണ്? ASDF ആണോ, സെമികോളൻ LKJ ആണോ, N ആണോ, ക്വാട്ടി ആണോ? ഏതാ? ഓപ്ഷൻ 1 and 2 ഇതൊക്കെ നേരിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പം ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരിക, ഹോം കീസ്. ഇത് നമ്മൾ പ്രീവിയസ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഹോം കീസ് ടൈപ്പ് റൈറ്ററിലെ കീബോർഡിൽ ഏത് റോളാണ് വരിക എന്നല്ലേ? സെക്കൻഡ് റോൾ അല്ലേ വരിക? അപ്പൊ നോക്കൂ നിങ്ങൾ, ഹോം കീസിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തതിലും 2 എടുത്ത് ചോദിച്ചില്ലേ? അപ്പൊ ഇത്രയുമാണ് നമ്മളെ ഈ ഒരു കാറ്റഗറി എക്സാമിൽ ചോദിച്ചിട്ടുള്ള, അതായത് 141/2021 കാറ്റഗറിയിൽ ചോദിച്ച ക്വസ്റ്റ്യനിലുള്ള ടൈപ്പ് റൈറ്ററിന്റെയും കമ്പ്യൂട്ടറിന്റെയും ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിന്റെയും ടൈപ്പ് റൈറ്ററിന്റെയും ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതില് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ കൂടുതൽ ഫുള്ള് ഷോർട്ട് കട്ട് കീസ് ആണെങ്കിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ എടുത്ത ക്ലാസ്സുകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. നമ്മൾ ചെറിയ ഭാഗങ്ങൾ അനുസരിച്ച് ഒഴിവാക്കുന്നിടത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻസ്, അതായത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതിലൊക്കെ കൂടുതലായി ചോദിച്ചിട്ടുള്ള ഇവയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ താങ്ക് യു.